മൂക്കും കുത്തി മൂന്നാം സ്ഥാനത്തേക്കാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ നിലവിലുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് BJP കാൻഡിഡേറ്റ് ആയിട്ടുള്ള പർവേഷ് വർമ്മ തന്നെയാണ്. അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ ഡൽഹി? BJP തന്നെയല്ലേ? അതെ, ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല 27 വർഷങ്ങൾക്കിപ്പുറം ഡൽഹി BJP ഭരിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വരെയും ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെയും അതുപോലെ തന്നെ സുഡാപ്പികളൊക്കെയും ആശ്വസിച്ചുകൊണ്ടിരുന്നത് ആം ആദ്മി പാർട്ടി തന്നെ തിരിച്ചു വരും, ഈ പറയുന്ന എക്സിറ്റ് പോളുകളൊന്നും ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും പൂർണ്ണമായ റിസൾട്ട് വന്നില്ലെങ്കിൽ കൂടെയും ഏകദേശം BJP തന്നെ ഡൽഹിയിലേക്ക് എത്തുന്നു എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊറാട്ട് നാടക രാഷ്ട്രീയം ഈ പറയുന്ന ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ മൂന്നാം സ്ഥാനം. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ടേമിൽ BJPക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് അവിടെ എനിക്ക് തോന്നുന്നു 3-4 സീറ്റാണുള്ളത്. 8 സീറ്റ്. ആ 8 സീറ്റിൽ നിന്നാണ് BJP ഇന്ന് 48-50 സീറ്റുകളിലേക്ക് BJP കുത്തനെ ഉയർന്നത്. ഇത് അവിടെ കാലങ്ങളോളം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അതെ പൊടി പോലുമില്ല കാണാൻ, അൻസ്പ്രേ പോലെ ആയിപ്പോയി എന്ന് പറയുന്നതാണ് കോൺഗ്രസിന്റെ ഒരു ഡൽഹിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. രാഹുൽ എന്ത് ചെയ്യും? അതാണ് ചോദ്യം, വലിയ ചോദ്യമാണ്. കാരണം ഇത്രയും നാൾ കോൺഗ്രസ് അടക്കി ഭരിച്ച ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിനെ അട്ടിമറിച്ചുകൊണ്ട് ഏറ്റവും വലിയ അട്ടിമറി ഈ പറയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ ഷീലാ ദീക്ഷിതിനെ 27,000-ൽ പരം വോട്ടുകൾക്കാണ് ഈ പറയുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. അതേ അരവിന്ദ് കെജ്രിവാളിന് ആ തിരിച്ചടി ചരിത്രം ആവർത്തിക്കുന്നു. പക്ഷേ ഒന്നാം സ്ഥാനത്തുള്ളത് BJP ആണ് എന്നതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. BJPയുടെ പർവേഷ് വർമ്മ. അതെ, പർവേഷ് വർമ്മ. ഈ ഡൽഹിയിലെ പല സ്ഥലങ്ങളുണ്ടല്ലോ, പല മേഖലകളിലും BJP കടന്നു കയറുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഇലക്ഷന്റെ റിസൾട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് 48 BJP, 22 ആപ്പ്. ആപ്പ് എങ്ങനെ ഇത് സഹിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ മണ്ഡലങ്ങളിലേക്ക്, ഡൽഹിയിലെ ന്യൂനപക്ഷ മണ്ഡലങ്ങളിലേക്ക് ആദ്യമായി BJP കടന്നു കയറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബുദ്ധരായ വോട്ടർമാരെന്ന് അവകാശപ്പെടുന്നതാണ് ഏത് വോട്ടർമാർ? ഡൽഹിയിലെ വോട്ടർമാർ. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ്. ഇതുവരെ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും മാത്രം വോട്ട് ചെയ്തിരുന്ന ഡൽഹിയിലെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിരുന്നില്ല. അത് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി BJP കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹാർഡ് കോർ മുസ്ലിം വോട്ടുകൾ ആ മുസ്ലിം മണ്ഡലത്തിൽ ഒരു കാരണവശാലും ഈ പറയുന്ന BJP ലീഡ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നിടത്ത് മുസ്ലിം മണ്ഡലത്തിൽ BJP കടന്നു കയറി ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അത്ഭുതമാണ് എന്നുള്ളത്. അതായത് ലോക്സഭയിൽ സംഭവിച്ച ക്ഷീണത്തെ മുഴുവൻ BJP ഇതിലൂടെ ഡൽഹിയിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. ആ ക്ഷീണത്തെ മുഴുവൻ അകറ്റുകയാണ്. കാരണം ഹരിയാന കിട്ടി, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഇപ്പം ഡൽഹി, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് BJP കാഴ്ചവെച്ചത്. അപ്പോൾ ലോക്സഭയിലെ ക്ഷീണം അവസാനിക്കുകയാണ്. ലോക്സഭയിലെ ക്ഷീണം അവസാനിക്കുകയാണ്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകിൽ പല പൊളിറ്റിക്സും ഉണ്ടായിരുന്നു. കാരണം BJP ഗവൺമെൻറ്റിന് ഇട്ടുകൊടുത്ത ഒരു താക്കീതായിരുന്നു ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ BJPക്ക് ഭരണം കിട്ടുന്നു എന്ന് കരുതിയിട്ട് കുറച്ചധികം BJP ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ജനങ്ങൾ BJPക്ക് കൊടുത്തതായിരുന്നു. അത് കൃത്യമായി കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു, വളരെ കൃത്യമായി അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരിക്കുന്നു. പിന്നീട് വന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ എന്താ കണ്ടത്? ഹരിയാനയിൽ എന്താ കണ്ടത്? ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും BJPയുടെ തേരോട്ടം നമ്മൾ കണ്ടു. അതുപോലെ ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ BJP ഈ പറയുന്ന കാശ്മീരും ശ്രീനഗറും ഈ പറയുന്ന കാശ്മീരിൻ്റെ താഴ്വാര മേഖലകളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. എല്ലാ രംഗങ്ങളിലും BJP കടന്നു കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ എന്തായാലും ഡൽഹിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ മൂട് പടം ഡൽഹി ജനങ്ങൾ വലിച്ചു കീറുകയാണ്. തീർച്ചയായിട്ടും. അതായത് കീറിയെടുത്ത്
തോട്ടിലേക്ക് എറിയുകയാണ്. അതല്ല, ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വളരെ രസകരമായി കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആം ആദ്മി പാർട്ടി വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള കുറേ ആളുകൾ പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ്, RSSൻ്റെ ബി ടീമാണ്, സംഘപരിവാരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ അതേ ആളുകൾ തന്നെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നു, ഗുജറാത്തിൽ ഒരു ഏറ്റുമുട്ടൽ സ്വഭാവം ഉണ്ടാക്കുന്നു, പഞ്ചാബ് പിടിക്കുന്നു, പല സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടി BJPക്കെതിരെ മത്സരിക്കാൻ വേണ്ടി കൂട്ടുമുന്നണി ഉണ്ടാക്കുന്നു. ഈ തരത്തിൽ നിൽക്കുമ്പോൾ ഇന്നലെ ആ സമയത്തൊക്കെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന സുഡാപ്പികൾ തീർത്ത് ഇന്നലെ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഇന്ന് വോട്ടെണ്ണുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ പറയുന്നത് പോലെ ആം ആദ്മി പാർട്ടി എന്താണ് പിന്നെ BJPയെ അട്ടിമറിക്കും, ആപ്പ് നാളെ വീണ്ടും ഭരണത്തിലേക്ക് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നപ്പോൾ സ്മൈലി ഇമോജി ഇട്ടുകൊണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു സുഡാപ്പികൾ. അല്ല ഗൗതം, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ തിരിച്ചടി എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ്. സത്യസന്ധമായ വിവരങ്ങൾ അവതരിപ്പിക്കാത്ത, ഇന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് തിരിച്ചു വരുമായിരിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾക്ക്, ആം ആദ്മി പാർട്ടി തിരിച്ചു വരുമെന്ന് പറയുന്ന ആളുകൾക്ക്, ഒരു ഹിന്ദു വിരുദ്ധത മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന ഡൽഹിയിലെ ഫലം എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കേരളത്തിൽ BJP ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറെ പ്രബുദ്ധരായ വോട്ടർമാർ പോലും BJPയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും നല്ല ഉദാഹരണം ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു BJP രാജ്യത്തിന് നന്മ വിതയ്ക്കുന്ന, തങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത ഒരു സർക്കാരാണ് BJP എന്ന് ഡൽഹിയിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ന്യൂനപക്ഷ മേഖലയിൽ പോലും BJP ഇപ്പം മുന്നേറുകയാണ്. അതായത് മുസ്ലിം വിരുദ്ധമാണ് BJP അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന ഒരു വലിയ രീതിയിലുള്ളൊരു നെറേറ്റീവ് ഇവിടുത്തെ കോൺഗ്രസും അതുപോലൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായി. അതൊക്കെ ഈ ഡൽഹിയോടുകൂടി ഇല്ലാതാവുകയാണ്, നിഷ്പ്രഭമാവുകയാണ്. അത് ഈ 50,000-ൽ പരം ചെറു കുടുംബയോഗങ്ങളാണ് RSS ഡൽഹിയിൽ നടത്തിയത്. RSSന്റെ അടിത്തട്ട് വർക്ക് ഡൽഹിയിൽ BJPക്കും അതുപോലെ തന്നെ BJPയുടെ ഈ വിജയ സാധ്യതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സാധ്യത ഉണ്ടാക്കിയെടുത്തത് RSSന്റെ ചിട്ടയായിട്ടുള്ള, കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പ് RSS പ്രവർത്തനം ആരംഭിച്ചു ഡൽഹിയിൽ. നമ്മളാരും അറിഞ്ഞിരുന്നില്ല, മാധ്യമങ്ങളൊന്നും വലിയ യോഗങ്ങളാണ്, വളരെ രഹസ്യമായിട്ടുള്ള യോഗങ്ങളാണ് RSSന്റെ നേതൃത്വത്തിൽ വളരെ ചെറിയ സംഘങ്ങളായിട്ട് പല മേഖലകളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ടത്. കാരണം 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ മണിക്കൂറിൽ കൃത്യമായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. 49 നിലവിലെ ലീഡ് എന്ന് പറയുന്നത് BJPയുടെ, 21 ആപ്പിൻ്റെത്. അപ്പോൾ ഇവിടെ ഈ ആപ്പിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, അപ്പോൾ എന്തായിരുന്നു ആം ആദ്മി പാർട്ടി അവരുടെ യഥാർത്ഥ ഐഡിയോളജി, അതിൽ നിന്നുള്ള ഷിഫ്റ്റാണ് പിന്നീട് നമ്മൾ പല വർഷങ്ങളിലായിട്ട് 2015 ശേഷമൊക്കെ വലിയ രീതിയിൽ കണ്ടത്. അതായത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയമാണ്, അഴിമതിക്കെതിരെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിനുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. പല മേഖലകളിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് അവരുടേതായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഒരു നന്മയുടെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ രാഷ്ട്രീയം പറയുന്നതാണ് ആപ്പ് എന്നൊക്കെ ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായി. വരും ഭാവി ആപ്പാണ് ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാന്നൊക്കെ പല ആളുകളും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായി. അതൊക്കെ പൊളിഞ്ഞ് പാളീസാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ആപ്പിൻ്റെ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, അവരുടെ വ്യതിചലിക്കൽ ഡൽഹി ജനങ്ങളിൽ കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം BJP അവിടെ വിജയിച്ച് കയറുന്നത്. തീർച്ചയായിട്ടും.